എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അറേ എന്ന് പറഞ്ഞൊരു കമാൻഡാണ്. അപ്പോൾ എന്താണ് അറേ എന്നുള്ളതിൻ്റെ ഒരു കോൺസെപ്റ്റ് ഞാൻ ആദ്യം പറയാം. അപ്പോൾ അറേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ സപ്പോസ് നമ്മളൊരു ഒബ്ജക്റ്റ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റിനെ ഒരു പർട്ടിക്കുലർ മാനറിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അറേഞ്ച് ചെയ്യാണ്. ദാറ്റ് ഈസ് നമ്മൾ അറേ എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോക്യാഡിൽ നമുക്ക് അറേ എടുക്കണമെങ്കിൽ മോഡിഫൈയിൽ പോവാം. ഇവിടെ അറേ എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. അതിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് AR ആണ്. ഇവിടെ നമുക്ക് 3 ടൈപ്പ് അറേ ഉണ്ട്. വൺ ഈസ് റെക്റ്റാങ്കുലർ അറേ, ദെൻ പാത്ത് അറേ, ദെൻ പോളാർ അറേ. ഇപ്പം നമുക്കിത് 1 by 1 ആയിട്ട് നോക്കാം. ഇതിൽ എന്താണ് ഒരു റെക്റ്റാങ്കുലർ അറേ എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. അപ്പോൾ ഇതിൽ റെക്റ്റാങ്കുലർ അറേ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഇതാണ്. അപ്പോൾ ഇതിൽ ആക്ച്വലി ഈ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും നമ്മൾ ആദ്യം സ്കെച്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതുപോലെ റോസും കോളംസും ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ റോസ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ഡയറക്ഷനിലുള്ളതിനെ ഇതിന് ഈ 3 ഒരു റോയാണ്. അഗെയിൻ ഇത് സെക്കൻഡ് റോ. ഇതുപോലെ തന്നെ വെർട്ടിക്കൽ ഡയറക്ഷനിൽ നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഫസ്റ്റ് കോളം, അഗെയിൻ ഇത് സെക്കൻഡ് കോളം, ഇത് തേർഡ് കോളം. ഓക്കെ, അപ്പോൾ നമുക്കൊരു റെക്റ്റാങ്കുലർ അറേ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം ഇൻപുട്ട് ചെയ്യേണ്ടത് എൻ്റർ നമ്പർ ഓഫ് റോസ് എന്നായിരിക്കും നമ്മളോട് ചോദിക്കുക. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്കുള്ളത് 2 റോസ് ആണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, നമ്പർ ഓഫ് കോളംസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു കേസിലാണെങ്കിൽ നമുക്ക് എത്രയായിരിക്കും, 3 കോളംസ് ആണുള്ളത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ കൊടുക്കേണ്ടി വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ഇവിടെ റോ ഓഫ്സെറ്റും ദെൻ കോളം ഓഫ്സെറ്റും ആയിരിക്കും. റോ ഓഫ്സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഒരു റോ ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. റോ ഓഫ്സെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കറസ്പോണ്ടിങ് പോയിൻറ്റ്സ് ഓഫ് അഡ്ജസൻറ്റ് റോസ്. ഇപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റ് റോ. ഇപ്പോൾ സപ്പോസ് ഞാൻ ഈ ഒരു പോയിൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അഡ്ജസൻറ്റ് റോ, തൊട്ടടുത്തുള്ള റോ എന്ന് പറയുന്നത് അല്ലേ ഇതാണ്. അപ്പോൾ ഈ പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള സെയിം പോയിൻ്റ് തൊട്ടടുത്തുള്ള റോയിൽ, ദാറ്റ് ഈസ് അഡ്ജസൻറ്റ് അല്ലേ, അഡ്ജസൻറ്റ് റോയിൽ കറസ്പോണ്ടിങ് പോയിൻറ്റ്. സോ ഞാൻ ഈ ഒരു പോയിൻ്റ് പിക്ക് ചെയ്തു, അഗൈൻ ഞാൻ ഈ ഒരു പോയിൻ്റ് പിക്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റോ ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. അതല്ലാതെ ഈ ഒരു ഗ്യാപ്പ് അല്ല. അപ്പോൾ ശരിക്കും നമുക്ക് പറയുകയാണെങ്കിൽ പറയാം, ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ വിഡ്ത്ത് പ്ലസ് നമുക്ക് എത്രയാണോ ഗ്യാപ്പ് വേണ്ടത് അത് രണ്ടും കൂട്ടിയതായിരിക്കും നമ്മുടെ എന്തായിരിക്കുക, റോ ഓഫ്സെറ്റ്. ഇതേപോലെ തന്നെ നമുക്ക് എന്താണ് കോളം ഓഫ്സെറ്റ് നോക്കാം. ഇപ്പോൾ കോളം ഓഫ്സെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം തന്നെ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു പോയിൻ്റ് എടുത്തു, തൊട്ടടുത്ത കോളത്തിലെ കറസ്പോണ്ടിങ് പോയിൻറ്റ് അല്ലേ, ആ ഒരു സെയിം പോയിൻ്റ് തന്നെ എടുത്തു. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോളം ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോളം ഓഫ്സെറ്റ് നമുക്ക് വേറെ രീതിയിൽ വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ലെങ്ത്ത് പ്ലസ് അതിൻ്റെ ഒരു ഗ്യാപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇത് തന്നെ കറക്റ്റായിട്ടൊന്ന് ചെയ്തു നോക്കാം. ഇപ്പോൾ ഞാൻ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു കോപ്പി ഇവിടെ പ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഞാനിതിൽ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറേ എടുത്തു, AR ഷോർട്ട് കീ എടുത്തു. ഫസ്റ്റ് നമ്മളോട് ചോദിക്കുക ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാനാണ്. ഞാൻ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തു. സെലക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ ഒബ്വിയസ്ലി ഇവിടെ നമുക്ക് ഇതിൽ ഡീഫോൾട്ടായിട്ട് 3 ടൈപ്പ് ഉണ്ട്. റെക്റ്റാങ്കുലർ ഉണ്ട്, പാത്ത് ഉണ്ട്, പോളാർ ഉണ്ട്. ഇവിടെ ഡീഫോൾട്ടായിട്ട് കിടക്കുന്നത് റെക്റ്റാങ്കുലർ ആണ്. ജസ്റ്റ് എൻ്റർ ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എത്ര കോളംസ് വേണം, അതുപോലെ തന്നെ എത്ര റോസ് വേണം. അപ്പോൾ നമുക്ക് എത്ര കോളംസിന് ഇവിടെ 1 2 3, ഇവിടെ കിടക്കുന്ന എത്രയാണ്, 4 ആണ്. അപ്പോൾ നമ്മളതൊന്ന് ചേഞ്ച് ചെയ്യാണ്. ഞാനിവിടെ എന്ത് ചെയ്തു, 3 ടൈപ്പ് ചെയ്തു. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് റോസ് ആണ്. അപ്പോൾ റോസ് എനിക്ക് വേണ്ട എത്രയാണ്, 2 റോ മതി. ഞാനത് 2 എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഇനി നമ്മൾ കൊടുക്കേണ്ടത് ഇതാണ് നമ്മുടെ റോ ഓഫ്സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് ബിറ്റ്വീൻ, അല്ലെങ്കിൽ കണ്ടോ ഇവിടെ റോ ഓഫ്സെറ്റ് ഉണ്ട്, ഇവിടെ കോളം ഓഫ്സെറ്റ് ഉണ്ട്, അല്ലെങ്കിൽ കോളം സ്പേസിങ് അല്ലെങ്കിൽ റോ സ്പേസിങ്. ഇപ്പോൾ നമ്മൾ പഴയ വേർഷനിലൊക്കെ ആകുമ്പോൾ നിങ്ങളോട് ചോദിക്കുക ഇതുപോലെ എന്തായിരിക്കും, എന്താ പറയുക, റോ ഓഫ്സെറ്റ് കോളം ഓഫ്സെറ്റ് എന്നൊക്കെ ആയിരിക്കും. ഒത്തിരി പഴയ വേർഷനിൽ ചെയ്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ റോ ഓഫ്സെറ്റ് എന്നായിരിക്കും. നമ്മളപ്പോൾ അനുസരിച്ച് നമ്മൾ ഡിസ്റ്റൻസ് കൊടുക്കണം, ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് വേണ്ടത് ഇവിടെ കോളം സ്പേസിംഗ് ആണ്. അപ്പോൾ കോളം സ്പേസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കേസിൽ എത്രയാണ്, 40 ആണ്. അപ്പോൾ നമുക്കിവിടെ 40 എൻ്റർ ചെയ്തു. ഇനി നെക്സ്റ്റ് വേണ്ടത് നമുക്ക് റോ സ്പേസിംഗ് ആണ് അല്ലേ.
അപ്പോൾ റോ സ്പേസിംഗ് നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്കുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. അത് ഞാനിവിടെ 60 ടൈപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ നമ്മുടെ റോ ഓഫ്സെറ്റ് നമ്മുടെ 40യും കോളം ഓഫ്സെറ്റും ആണ് 50 കേട്ടോ, 60 കേട്ടോ. ഇവിടെ 60. ഓക്കെ, നമ്മൾ ടൈപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മാറിപ്പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന ആ സെയിം പാറ്റേണിൽ തന്നെ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വേറെ 1-2 ഓപ്ഷനും കൂടി ഉണ്ട്. ഇതിന് തൊട്ട് താഴെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കോളത്തിൽ തന്നെ ഇവിടെ നമുക്ക് വരുന്നത് ടോട്ടൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ കോളം ഡിസ്റ്റൻസ് ആണ്. അതായത് ടോട്ടൽ കോളം ഡിസ്റ്റൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഞാൻ ഈ ഒരു ഒബ്ജക്റ്റ് ഇവിടെ പിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് എവിടെ വരെ നമുക്ക് വേണം. ഓക്കെ, ദാറ്റ് മീൻസ് അപ്പോൾ ഈ പോയിൻ്റ് ടു ഈ പോയിൻ്റ് വരെയുള്ളൊരു ഡിസ്റ്റൻസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. അതായത് ഫസ്റ്റ് ഒബ്ജക്റ്റും ലാസ്റ്റ് ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് കറസ്പോണ്ടിങ് പോയിന്റ് തമ്മിലുള്ളത് അല്ലേ, ശരിയല്ലേ. ഇത് 60 ആണെങ്കിൽ അഗെയിൻ ഇത് ഫർദർ ഒരു 60, ഇപ്പോൾ ടോട്ടൽ 120. അതുപോലെ തന്നെ ഇതിൻ്റെ കേസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 40, പിന്നെ അടുത്തൊരു റോ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ലാസ്റ്റ് ഒബ്ജക്റ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, ടോട്ടൽ റോ ഡിസ്റ്റൻസ് ആ സെയിം തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ചില കേസസിൽ നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെ ഒരു സ്പേസ്, ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കില്ല. എനിക്ക് സപ്പോസ് ഈ ഒരു ഒബ്ജക്റ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് എൻഡ് ചെയ്യേണ്ടത് പർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറിയിട്ടാണ്. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് ഇവിടെ വേണമെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ കോളം ഡിസ്റ്റൻസ് എൻ്റർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് എൻ്റർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, നമ്പർ ഓഫ് കോളംസും പിന്നെ ടോട്ടൽ കോളം ഡിസ്റ്റൻസും കൊടുക്കാം. അതുപോലെ തന്നെ നമ്പർ ഓഫ് റോസും ടോട്ടൽ റോ ഡിസ്റ്റൻസും കൊടുക്കാം. അതല്ലെങ്കിൽ നമ്പർ ഓഫ് കോളംസും ദെൻ കോളം സ്പേസിങ്ങും അഗെയിൻ നമ്പർ ഓഫ് റോസും അതുപോലെ തന്നെ നമുക്കിതിൽ റോ സ്പേസിങ്ങും. അപ്പോൾ ഇത്രയും ഇതിലേതെങ്കിലും ഈ പറഞ്ഞ ഒരു 4 ഡാറ്റയാണ് മിനിമം നമ്മൾ കൊടുക്കേണ്ടത്. ഇനി അടുത്ത ഒരു ഓപ്ഷൻ കൂടി നമുക്കിവിടെ വരുന്നുണ്ട്, ലെവൽസ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു ഇമേജ് നോക്കിയാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു XY പ്ലെയിനിലാണ് നമ്മളിവിടെ സ്കെച്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ലെവൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഞാനിവിടെ ഒരു 2 ലെവൽ കൊടുത്തു, അല്ലെ 3 ലെവൽസ് കൊടുത്തെന്ന് വെച്ചോളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതേപോലെ തന്നെയുള്ള സെയിം ഒരു പാറ്റേൺ Z ഡയറക്ഷനിലേക്ക് മൂവ് ആവും എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇതിൻ്റെ സെയിം ഒരു കോപ്പി Z ഡയറക്ഷനിലേക്ക് വരും. അതിൻ്റെ സ്പേസിങ് എത്രയാണ്, അപ്പോൾ ഈ XY പ്ലെയിനിൽ നിന്നും ആ XY പ്ലെയിനിന് എബവ് ആയിട്ട് Z ഡയറക്ഷനിലേക്ക് നമുക്ക് ഒരു ലെവൽ ക്രിയേറ്റ് ചെയ്യണോ. അത് നമുക്ക് 3Dയിലാണ് ശരിക്കും അതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ, 2Dയിൽ നമുക്കതിൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ അറയിൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പറയാനുള്ളത് റെക്ടാങ്കുലറിൽ. ഇനി നെക്സ്റ്റ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ബേസ് പോയിന്റ് ചേഞ്ച് ചെയ്യണമെങ്കിലാണ്. ബേസ് പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ബേസ് പോയിന്റ് ഇതാണ് നിൽക്കുന്നത്, ഇതിൻ്റെ ബേസ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ പോയിന്റ് വേണമെങ്കിൽ റീഡിഫൈൻ ചെയ്ത് വേണമെങ്കിൽ ഈ ഒരു പോയിന്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അത് നിർബന്ധമില്ല. ദെൻ ഇനി വരുന്നത് ഇവിടെ ഒരു അസോസിയേറ്റീവ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി കൂടി ഉണ്ട്. ഇപ്പോൾ സപ്പോസ് ഞാനിവിടെ അസോസിയേറ്റീവ് ടിക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ ക്ലോസ് ചെയ്തു. അസോസിയേറ്റീവ് ഓൺ ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ സെലക്ട് ചെയ്താൽ നമുക്കിവിടെ എഡിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കിട്ടും. ഇതല്ലെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പാത്ത് വരുന്നത് മോഡിഫൈയിൽ ഒബ്ജക്റ്റിൽ നമുക്കിവിടെ അറേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അറേ എടുത്തിട്ട് നമ്മളിവിടെ സെലക്ട് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റിംഗ് നമ്മളോട് 1 by 1 ആയിട്ട് ഇവിടെ ചോദിക്കും. അപ്പോൾ നമുക്ക് റോസിൻ്റെ നമ്പേഴ്സ് കൂട്ടണോ, കോളത്തിൻ്റെ നമ്പേഴ്സ് കൂട്ടണോ. അപ്പോൾ ഉണ്ടോ റോസ് 2, അപ്പോൾ എനിക്കിത് 3 ആക്കണമെങ്കിൽ 3 ആക്കാം. അപ്പോൾ ഇങ്ങനെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോന്നും വേണമെങ്കിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്യണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം. ഇതല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്, ഇതൊരു സിംഗിൾ സെലക്ഷനായിട്ടാണ് വരുന്നത് അല്ലേ. അതായത് ഓരോന്നും ഒരു ഇൻഡിവിജ്വൽ സെലക്ഷൻ അല്ല, ബട്ട് ഒരു സിംഗിൾ സെലക്ഷനാണ്, സെപ്പറേറ്റ് സെലക്ഷൻ അല്ല. അതാണ് നമ്മൾ ഈ പറഞ്ഞ അസോസിയേറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അസോസിയേറ്റിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഞാൻ ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ പിക്ക് ചെയ്തു, ജസ്റ്റ് ഞാൻ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യണമെന്ന് വെച്ചോളൂ. അപ്പോൾ ആ ഒരു സ്പേസിങ് കഴിഞ്ഞാൽ കോളം ഡിസ്റ്റൻസിൻ്റെ പർട്ടിക്കുലർ സ്പേസ് കഴിഞ്ഞ് നെക്സ്റ്റ് കോളത്തിനുള്ള സ്പേസ് ആയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, അടുത്ത കോളം പ്ലേസ്ഡ് ആവും. ഓക്കെ, ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ റോയിലും നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യാം. ഇത് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റോയിലും വേണമെങ്കിൽ ഇതിനെ ഡിക്രീസും ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനും വേണമെന്നുണ്ടെങ്കിൽ ഡിക്രീസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ശരിക്കും നമ്മുടെ അസോസിയേറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മൾ ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് അസോസിയേറ്റിവിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇതുപോലെ തന്നെ ഒരു സിംഗിൾ സെലക്ഷൻ ആയിരിക്കും. ഇനി എന്താണ് അസോസിയേറ്റിവിറ്റി നമ്മൾ ഓഫ് ചെയ്താൽ സംഭവിക്കുന്നത്? അപ്പോൾ അസോസിയേറ്റിവിറ്റി ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനൊരു അറേ എടുത്തു, സെലക്ട് ചെയ്തു, റെക്റ്റാങ്കുലർ എൻ്റർ ചെയ്തു.
ഇവിടെ അസോസിയേറ്റിവിറ്റി ഞാൻ ഇവിടെ ഓഫ് ചെയ്തു, ക്ലോസ് ചെയ്തു. ഇപ്പോൾ നോക്കിയേ കണ്ടോ, ഇത് സെപ്പറേറ്റ് ദാറ്റ് മീൻസ് ഓരോന്നും ഒരു ഇൻഡിവിജ്വൽ സെലക്ഷനാണ് വരുന്നത്, ഒരു സിംഗിൾ സെലക്ഷൻ അല്ല. ഇപ്പോൾ നമുക്കിത് ഡിലീറ്റ് ചെയ്യാം. ഇത് നമുക്കിപ്പോൾ ഫർദർ നമുക്കിതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി എനിക്ക് കൂടുതലായിട്ട് ഒരു കോളം ആഡ് ചെയ്യണമെങ്കിൽ ഞാനിതിനെ കോപ്പി ചെയ്ത് വെക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ കോപ്പി എടുത്തിട്ട് വീണ്ടും സെലക്ട് ചെയ്തിട്ട് നമുക്ക് കറസ്പോണ്ടിങ് പോയിന്റ് നമ്മൾ കോപ്പി ചെയ്യേണ്ടി വരും. റോസ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങനെ ആഡ് ചെയ്യണം, റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാണ് നമുക്ക് അറേയിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് അറേയിൽ തന്നെ റെക്റ്റാങ്കുലർ അറേയിൽ ഞാൻ ഇതിനെ അസോസിയേറ്റീവ് ഓണാക്കി ഇതുപോലെ ഒരു അറേ ചെയ്തു, ജസ്റ്റ് ക്ലോസ് ചെയ്തു. ഇനി ഇതിൻ്റെ എഡിറ്റ് ചെയ്യണ സമയത്ത് ഫർദർ 1-2 ഓപ്ഷൻ കൂടി നമുക്കിതിൽ വരുന്നുണ്ട്. അപ്പോൾ എഡിറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വേറെ 1-2 ഓപ്ഷൻ കൂടി നമുക്കിതിലുണ്ട്. എഡിറ്റ് സോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ റീപ്ലേസ് ഐറ്റം. അപ്പോൾ എഡിറ്റ് സോഴ്സിൻ്റെ ഒരു യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ചു, ആ റെക്റ്റാങ്കിളിനെയാണ് ഞാൻ പാറ്റേൺ ചെയ്തത്. അപ്പോൾ എനിക്ക് വേണ്ടിയിരുന്നത് ശരിക്കും ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ ഒരു സർക്കിളും കൂടി വേണമായിരുന്നു, അതല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഫർദർ എന്തെങ്കിലും ചേഞ്ചസ് വേണമായിരുന്നു. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്കിവിടെ എഡിറ്റ് സോഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇവിടെ ഈ അറേ സെലക്ട് ചെയ്യാം. അപ്പോൾ സോഴ്സിനെ എഡിറ്റ് ചെയ്യണമെന്ന് നോക്കുന്നുണ്ട്, ജസ്റ്റ് ഓക്കെ പറയാം. ഇനി നമുക്ക് ഇതാണ് നമ്മുടെ സോഴ്സ് അല്ലേ, ഈ ഒരു ഒബ്ജക്റ്റിനെയാണ് ഞാൻ എന്ത് ചെയ്തത്, കോപ്പി ചെയ്തിട്ട് ഇതുപോലെ അറേ ചെയ്തത്, റോസും കോളംസൊക്കെ ആക്കിയത്. അപ്പോൾ എന്താണ് നമുക്കവിടെ ചേഞ്ച് ചെയ്യേണ്ടത്? എനിക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ജോമെട്രിക്കൽ സെൻറ്ററിൽ എനിക്കൊരു സർക്കിളും കൂടിയും സ്കെച്ച് ചെയ്യണം. ഇപ്പോൾ ജോമെട്രിക്കൽ സെൻറ്റർ എനിക്ക് ഇവിടെ ജോമെട്രിക് സെൻറ്റർ നമ്മുടെ ഓപ്ഷൻ ഉണ്ട്, അത് ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാക്ട്ലി അതിൻ്റെ ജോമെട്രിക് സെൻറ്റർ നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലൊരു സർക്കിൾ വരണം. അതല്ലെങ്കിൽ കണ്ടോ, ഇപ്പോൾ നമ്മൾ വരച്ചപ്പോൾ തന്നെ ഇത് എല്ലാത്തിലേക്കും വന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് വേറൊരു ലൈൻ വേണം. കണ്ടോ, അത് ജസ്റ്റ് ഞാനിവിടെ എൻ്റർ ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതായത് നമുക്ക് വൺസ് നമ്മളൊരു സോഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ആ സോഴ്സിനെ നമുക്ക് മോഡിഫൈ ചെയ്യാം അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാം. അതാണ് ഇതിൽ നമുക്ക് എഡിറ്റ്. ഇതിന് ശേഷം ഇവിടെ എഡിറ്റ് അറേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ നിൽക്കേണ്ടതായിരിക്കും. നിങ്ങൾ സേവ് ചേഞ്ചസ് പറഞ്ഞാൽ മാത്രമേ ഇത് അപ്ഡേറ്റ് ആവുള്ളൂ. ഡിസ്കാർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പഴയ പോലെ തന്നെയാവും. അപ്പോൾ അത് സേവ് ചേഞ്ചസ് പറയുകയാണ് കേട്ടോ, പഴയ പോലെ തന്നെ. ഇനി അടുത്ത ഒരു ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 1-2 ഒബ്ജക്ട്സ് മാത്രം വേറൊരു ഒബ്ജക്റ്റായിട്ട് റീപ്ലേസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് ഏത് ഒബ്ജക്റ്റായിട്ടാണ് റീപ്ലേസ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കിവിടെ ഒരു പോളിഗനായിട്ടാണ് റീപ്ലേസ് ചെയ്യേണ്ടത്. ഒരു 6 സൈഡ്സ് ഉള്ള ഒരു പോളിഗനായിട്ടാണ് ഇവിടെ റീപ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു പോളിഗൺ തൽക്കാലം ഞാനിവിടെ ഒന്ന് വരച്ച് വയ്ക്കുകയാണ്. എന്താ, ഈ ഒരു പോളിഗനായിട്ട് എനിക്കിതിനെ റീപ്ലേസ് ചെയ്യണം. വീണ്ടും ഞാനിത് ജസ്റ്റ് സെലക്ട് ചെയ്തു. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് അസോസിയേറ്റീവ് ഓൺ ആണെങ്കിലാണ് അത് സിംഗിൾ സെലക്ഷൻ കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് റീപ്ലേസ് ഐറ്റം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യേണ്ടത് ഏതാണ്? അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് എനിക്ക് റീപ്ലേസ് ചെയ്യേണ്ടത്. ഞാൻ ആ ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തു, എൻ്റർ ചെയ്തു. ഇനി വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ബേസ് പോയിൻ്റ് നമ്മൾ ചോദിക്കുന്നത് കറക്റ്റ് ഇതിൻ്റെ സെൻറ്ററോട് തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് എൻ്റർ ചെയ്തു. ഇനി ഏതൊക്കെ പൊസിഷനിലാണ് എനിക്ക് റീപ്ലേസ് ചെയ്യേണ്ടത്? അപ്പോൾ എനിക്ക് വേണ്ടത് ഇതാ, ഇവിടെ നമുക്ക് കണ്ടോ, ഈ ഒരു സെക്കൻഡ് റോയിൽ സെക്കൻഡ് കോളത്തിലുള്ളതാണ് എനിക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഇനി എനിക്ക് വേണമെങ്കിൽ ഇത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. ഇത് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് എൻ്റർ ചെയ്യാം. അഗെയിൻ ഇവിടെ എക്സിറ്റ്, ഒന്നുകൂടി എൻ്റർ ചെയ്യാം. ദെൻ നമുക്ക് ഇവിടെ ഫിനിഷ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഫിനിഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഫർദർ എഡിറ്റിംഗ് നമുക്ക് ഈസിയാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ഒബ്ജക്റ്റിനെ വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാം. ഇനി വീണ്ടും നമുക്ക് പഴയ പോലെ ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ റീസെറ്റ് അറേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. റീസെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്ത ഒബ്ജക്റ്റ് വീണ്ടും പഴയ പോലെ തന്നെയാകും. സോഴ്സ് ഒബ്ജക്റ്റ് വൺസ് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ചേഞ്ച് ആവണമെങ്കിൽ വീണ്ടും എഡിറ്റ് സോഴ്സ് എടുത്തിട്ട് തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് റെക്റ്റാങ്കുലർ അറേ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിൽ പറയാനായിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു പോളാർ അറേയാണ്. അപ്പോൾ ഇതാണ് ശരിക്കും ഒരു പോളാർ അറേയുടെ ഒരു എക്സാമ്പിൾ. അതായത് ഇപ്പോൾ സപ്പോസ് ഇതാണ് നമ്മുടെ ഒരു സോഴ്സ് ഒബ്ജക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യം ഈ ഒരു ഒബ്ജക്റ്റ് മാത്രം സ്കെച്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിനെ ഞാൻ ഈ ഒരു ടേബിളിൻ്റെ സെൻറ്റർ, ദാറ്റ് മീൻസ് ഈ സെൻറ്ററിന് ചുറ്റുമായിട്ട് നമ്മൾ അറേ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് മെയിനായിട്ട് നമ്മൾ കൊടുക്കേണ്ട ഇൻപുട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് എത്ര ഐറ്റംസ് വേണം എന്നുള്ളതാണ്. അപ്പോൾ ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മളിത് പറഞ്ഞാൽ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. റിമൈനിങ് നമുക്ക് 5 ആണ്.
അപ്പോൾ എപ്പോഴും നമ്മൾ ഐറ്റംസ് കൊടുക്കുമ്പോൾ ഇത് ടോട്ടൽ നമ്പർ കൊടുക്കണം, 5 അല്ല 6 ആണ് കൊടുക്കേണ്ടത്. പിന്നെ വേണ്ടത് നമുക്ക് ആംഗിൾ ടു ഫില്ലാണ്, എത്ര ഡിഗ്രിയിലാണ് നമുക്ക് ഇത് ഫിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കേസിൽ ഇത് 360 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 360 കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആംഗിൾ ടു ഫിൽ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, 180 ഡിഗ്രിയോ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇനിവേ നമുക്ക് ഇതൊന്ന് അറേ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനിടെ ജസ്റ്റ് ഇതിൻ്റെ ഒരു കോപ്പി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അറേ ഷോർട്ട് കീ AR എൻ്റർ ചെയ്തു. ഞാൻ ഈ ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തു. സെലക്ഷൻ കഴിഞ്ഞ് എൻ്റർ ചെയ്തു. ഇവിടെ പോളാർ ചൂസ് ചെയ്തു. പോളാർ ചൂസ് ചെയ്തപ്പോൾ നമ്മൾ സെൻറ്റർ പോയിൻ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ സെൻറ്റർ പോയിൻ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ ഈ ടേബിളിൻ്റെ എക്സാക്റ്റ് സെൻറ്റർ. അപ്പോൾ നിങ്ങൾ ഈ സർക്കിളിൻ്റെ സെൻറ്റർ പോയിൻ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അത് അറേഞ്ച് ചെയ്ത് വരാം. കണ്ടോ ഇപ്പോൾ പ്രിവ്യൂവിൽ കറക്റ്റായിട്ട് ഇത് വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം കണ്ടോ ഐറ്റംസ് നമ്മൾ 6 ആണ് കൊടുത്തിരിക്കുന്നത്. ദെൻ ആംഗിൾ ടു ഫില്ല് കണ്ടോ 360. അപ്പോൾ ബിറ്റ്വീൻ എത്രയായിരിക്കും, 360/6. അതായത് ഓരോന്നും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 60 ആയിരിക്കും. ഓക്കെ, ഇനി എനിക്ക് 360 ഡിഗ്രി വേണ്ട, ഇതിന് പകരം എനിക്കൊരു 180 മതി എന്നുണ്ടെങ്കിൽ 180 കൊടുക്കാം. 180 നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് വേറൊരു സെല്ലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴായിരിക്കും അത് അപ്ഡേറ്റ് ചെയ്ത് വരാം. കണ്ടോ 180 ഡിഗ്രി. അപ്പോൾ ഞാൻ വരച്ചിരിക്കുന്ന ആദ്യത്തെ ഒരു ഒബ്ജക്റ്റ് ഇതായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നും പോകുന്നത് എങ്ങനെയാണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് നമുക്കൊരു ഓപ്ഷൻ ഡയറക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ്റെ യൂസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ റിവേഴ്സ് ചെയ്യാം ഡയറക്ഷൻ. കണ്ടോ, അപ്പോൾ നമുക്ക് ഡയറക്ഷൻ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതിനാണ് ഇവിടെ ഡയറക്ഷൻ്റെ ഒരു യൂസ് വരുന്നത്. അതേസമയം നിങ്ങൾ 360 കൊടുത്തിട്ട് നിങ്ങൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തെങ്കിൽ ചേഞ്ച് ചെയ്യണമല്ലോ, കാരണം ഓൾറെഡി ഇത് കംപ്ലീറ്റ്ലി ഫില്ലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇനി വീണ്ടും ഞാനിവിടെ 360 തന്നെ കൊടുക്കുകയാണ്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇവിടെ നിങ്ങളിപ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്താലും പെട്ടെന്ന് നമുക്ക് അറിയില്ല, ചേഞ്ച് ആയിട്ടുണ്ട്, ആൻറ്റി ക്ലോക്ക് വൈസ് ഉണ്ടോ. ഈ ഒരു ആരോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പക്ഷേ പ്രത്യേകിച്ച് ഫിഗറിൽ ചേഞ്ചസ് കാണില്ല. ഇനി വരുന്നത് ഇവിടെ റൊട്ടേറ്റ് ഐറ്റംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും ഞാൻ പറഞ്ഞു ഈ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ പോളാർ അറേയിൽ വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഈ പോളാർ അറേയിൽ ഇവിടെ കോപ്പി മാത്രമല്ല ചെയ്തിരിക്കുന്നത്, ജസ്റ്റ് ഇതിനൊരു കോപ്പി എടുത്ത് ഇവിടെ വെച്ചു. അതോടൊപ്പം തന്നെ ഓരോ ഒബ്ജക്റ്റിനെയും റൊട്ടേറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ റൊട്ടേറ്റ് ഐറ്റംസ് നമ്മൾ ഓഫ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ കോപ്പി ഉണ്ടോ ഇതിന് ചുറ്റും അറേ ചെയ്ത പോലെ ഇരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വേണം, ഈ ഒരു കേസിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ എപ്പോഴും റൊട്ടേറ്റ് ഐറ്റംസ് നമ്മൾ ടിക്ക് ചെയ്യണം, അതല്ലെങ്കിൽ അത് ചൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് റൊട്ടേറ്റ് ഐറ്റംസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നത്. ഇനി വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ സപ്പോസ് ഞാൻ ഈ ഒരു ചെയർ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരു ചെയർ വേണം, എഗെയിൻ ഇതിൻ്റെ ബാക്കിൽ വേണം, ഇതിൻ്റെ ബാക്കിൽ വേണം. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് അടുത്ത ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ പോവുക, റോസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അപ്പോൾ റോസ് നമ്മൾ കൊടുക്കുക. ഇതിൻ്റെ എത്ര ബാക്കിലേക്കായിട്ട് നമുക്ക് വേണം എന്നുള്ളതാണ് ബിറ്റ്വീൻ. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു 5 ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെയുള്ള ഡിസ്റ്റൻസാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ടോട്ടലിൽ കൊടുക്കുക. അതല്ല ഫസ്റ്റ് ടു സെക്കൻഡിലുള്ള റോ സ്പേസിംഗ് ആണെങ്കിൽ അത് ഇതിൽ കൊടുക്കുക. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു 3 വേണമെങ്കിൽ ഞാൻ 3 ടൈപ്പ് ചെയ്തു. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്താലായിരിക്കും അത് അപ്ഡേറ്റ് ആവുക. ഇനി വേണ്ടത് എനിക്ക് ബിറ്റ്വീൻ ആണ്. ഓക്കെ, കണ്ടോ, ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങൾക്കിതിൽ 3. ഇപ്പോൾ എല്ലായിടത്തേക്കും തന്നെ 3 ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ ബിറ്റ്വീൻ ഞാൻ 57 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം ഞാനിപ്പോൾ ഒരു 80 കൊടുക്കാമെന്ന് വെച്ചോളൂ. 80 കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചും കൂടി ആ സ്പേസിങ് കൂടും. കേട്ടോ, ഫസ്റ്റ് ടു ലാസ്റ്റ് 160, എനിക്ക് ഫസ്റ്റ് ടു ലാസ്റ്റ് എനിക്കൊരു 140 വേണ്ടെങ്കിൽ 140 ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ റോസിൻ്റെ വാല്യൂ നമുക്ക് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റോസ് 1 ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റത്തെ നമ്മൾ ഏറ്റവും ആദ്യം കണ്ട പോലെ തന്നെ ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടും. ഇനി ബാക്കിയെല്ലാം പഴയ പോലെ തന്നെ അസോസിയേറ്റീവ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും, പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആംഗിളും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡ്രാഗ് ചെയ്ത് ഈ ആരോ ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, ഒബ്ജക്റ്റിനെ റീപ്ലേസ് ചെയ്യാം. അസോസിയേറ്റീവ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് ഇവിടെ ക്ലോസ് ചെയ്തു. നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫർദർ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ കിട്ടും. എഡിറ്റ് സോഴ്സിന് നമുക്ക് എഡിറ്റ് ചെയ്യാം, റീപ്ലേസ് ചെയ്യാം, റീസെറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കിട്ടും. അല്ലാത്ത കേസിലാണെങ്കിൽ നമുക്കത് കിട്ടില്ല. എനിക്കിപ്പോൾ ഇതിൻ്റെ സൈസ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടാം. അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യണമെങ്കിലൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അസോസിയേറ്റീവ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ പഴയ പോലെ തന്നെയായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു പോളാർ അറേയിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പാത്ത് അറേയാണ്. അപ്പോൾ ഇതാണ് ഒരു പാത്ത് അറേയുടെ ഒരു എക്സാമ്പിൾ. അപ്പോൾ ഇതിൽ ഞാൻ ഈ ഒരു ചെയറാണ് ആദ്യം സ്കെച്ച് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ ഒരു കർവാണ് എൻ്റെ പാത്ത്. അപ്പോൾ ഞാൻ അറേ എടുത്തിട്ട് ഈ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് പാത്ത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പാത്തിൻ്റെ ഡയറക്ഷനിൽ നമുക്കത് അറേഞ്ച് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക്
അതൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ അതിനായിട്ട് തൽക്കാലം ജസ്റ്റ് എന്തിനൊന്ന് അൺഡു ചെയ്യാണ്. അറേയിൽ അറേ ചെയ്യേണ്ട ഒബ്ജക്റ്റ് ഞാൻ സെലക്ട് ചെയ്തു, എൻ്റർ ചെയ്തു. ഇനി നമുക്ക് വേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ പാത്ത് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ജസ്റ്റ് സെലക്ട് ചെയ്യുക, പാത്ത് കർവ് നമ്മൾ ചൂസ് ചെയ്യുക. കണ്ടോ, പാത്ത് കർവ് ചൂസ് ചെയ്തപ്പോൾ തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പാത്ത് കണ്ടോ, ഈ പാത്തിൻ്റെ ഡയറക്ഷനിലായിട്ട് ഈ ഒബ്ജക്റ്റ് അറേ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് അലൈൻ ഐറ്റംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പോളാറിൽ ചെയ്ത പോലെ തന്നെ കണ്ടോ, ജസ്റ്റ് ഇങ്ങനെ കോപ്പി എടുത്ത് വെച്ച പോലെ ആയിരിക്കും. മറ്റേ നമ്മൾ അലൈൻ ഐറ്റംസ് ടിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിന് നോർമലായിട്ട് ഇത് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡിസ്റ്റൻസ് ആണ് കൊടുത്തിരിക്കുന്നത്, ഐറ്റം സ്പേസിങ്. അതുകൊണ്ടാണ് കണ്ടോ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ ചെറിയൊരു ഗ്യാപ്പായിട്ട് നിൽക്കുന്നുണ്ട്. കറക്റ്റായിട്ട് സ്പേസ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അതായത് ഫസ്റ്റ് ഒബ്ജക്റ്റിൽ നിന്ന് സെക്കൻഡ് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്തു 60, അഗൈൻ 60 60 60 എടുത്തു. ലാസ്റ്റ് വന്നതിന് ശേഷം ഇവിടെ 60 ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ഗ്യാപ്പ് അവിടെ വേക്കൻ്റായിട്ട് ഇട്ടു. ഇപ്പോൾ ആ സ്പേസ് എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു 50 ആക്കി വേണമെങ്കിൽ 50 ആക്കി നോക്കാം. അപ്പോൾ അതനുസരിച്ച് എന്തായിരിക്കും അതിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ വേറെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് അപ്ഡേറ്റ് ആയിക്കോളും. കണ്ടോ, അപ്പോൾ കുറച്ചും കൂടി ഒരു സ്പേസ് കിട്ടിയോണ്ട് ഒരെണ്ണം കൂടി മന്ത്രിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് എലമെൻറ്റ് ടു സെക്കൻഡ് എലമെൻറ്റ് വരെയുള്ള ഐറ്റം തമ്മിലുള്ള ഡിസ്റ്റൻസ് കൊടുത്തിരിക്കുന്നത്. അതല്ലാതെ എനിക്കിതിനെ EQ സ്പേസ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ. അതായത് എനിക്ക് വേണ്ടത് ഇൻ ബിറ്റ്വീൻ സ്റ്റാർട്ട് ടു എൻഡ് തമ്മിൽ എനിക്ക് ഒരു 10 ഐറ്റം അല്ലെങ്കിൽ 5 ഐറ്റം 4 ഐറ്റം അങ്ങനെ വേണം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ മെഷർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അത് ഡ്രോപ്പ് ഡൗൺ ചെയ്തിട്ട് അവിടെ ഡിവൈഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആക്കാം. അപ്പോൾ ഈ ഡിവൈഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആക്കി അപ്പോൾ തന്നെ ഇവിടെ ആക്റ്റീവ് ആവുന്നത് ബിറ്റ്വീൻ എന്നുള്ളൊരു ഓപ്ഷൻ ആയിരിക്കില്ല, ഐറ്റംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഓൾറെഡി 10, ഇപ്പോൾ അതിന് പറയാൻ എനിക്കൊരു 5 മതിയെങ്കിൽ അപ്പോൾ 5 ഐറ്റംസ് അവിടെ നമുക്ക് EQ സ്പേസ് ചെയ്ത് കിട്ടും എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ബിറ്റ്വീൻ ആക്റ്റീവ് ആവണമെങ്കിൽ നമ്മൾ ഡിവൈഡിന് മാറ്റിയിട്ട് മെഷർ ആക്കുക. അതല്ല ഡിവൈഡ് ആണെങ്കിൽ ഐറ്റം ആയിരിക്കും ആക്റ്റീവ് ആവുക. ഇനി നെക്സ്റ്റ് ബാക്കിയെല്ലാം സെയിം തന്നെ. റോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിലേക്കായിട്ട് ഓരോന്നിൻ്റെയും ബാക്കിലായിട്ട് ഫർദർ ഓരോ ചെയറും കൂടിയും ആഡ് ചെയ്ത് വരും. അത് തമ്മിലുള്ള സ്പേസിങ് നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഇവിടെ കൊടുക്കാം. ഉണ്ടോ, അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായതുകൊണ്ട് ഇങ്ങോട്ട് വന്നു, അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് ഇവിടെ തന്നെ ലെവൽസ് വരുന്നുണ്ട്. ലെവൽസ് ഉദ്ദേശിക്കുന്നത് ഇതേ തന്നെ ഇതിൻ്റെ ഒരു കോപ്പി നമുക്ക് Z ഡയറക്ഷനിലേക്ക്, അപ്പോൾ 3D ആയി. ഇപ്പോൾ Z ഡയറക്ഷനിലേക്ക് നമുക്ക് അതിൻ്റെ കോപ്പി എടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ യൂസ് വരുന്നത്. അപ്പോൾ തൽക്കാലം ഞാനിത് റോസ് 1 തന്നെ കൊടുക്കുകയാണ്. ഇനി വേണ്ടത് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ വരുന്നത് ബേസ് പോയിൻറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ദെൻ ടാൻജൻറ്റ് ഡയറക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ടാൻജൻഷ്യലായിട്ട് ഇത് പോയിരിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ ഡയറക്ഷൻ ഞാൻ ടാൻജൻറ്റ് ഇങ്ങനെ കൊടുത്തു വെച്ചുള്ളൂ. കണ്ടോ, അപ്പോൾ അതനുസരിച്ച് അതിന് ടാൻജൻറ്റ് ഞാൻ കൊടുത്തതിന് ടാൻജൻറ്റ് ഉണ്ടോ, ഈ ഒരു ഡയറക്ഷനിൽ ഞാൻ കൊടുത്ത് അപ്പോൾ അതിന് ടാൻജൻറ്റായിട്ട് ആ എലമെൻറ്റ് വന്നു, ആ ഒരു ഐറ്റം വന്നു. അങ്ങനെയായിരിക്കും അത് പാറ്റേൺ ആവാം. ഓക്കെ, ഇനി Z ഡയറക്ഷൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലെവൽസ് കൊടുക്കുമ്പോൾ സെഡിൻ്റെ ഡയറക്ഷൻ വേണമെങ്കിൽ ഇൻക്ലിനേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട്. അത് നമുക്ക് 3Dയിലാണ് അതിൻ്റെ യൂസ് വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ പറഞ്ഞ അറേ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിൽ നമുക്ക് കവർ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ പറഞ്ഞത് ഈ പറഞ്ഞ ഒരു 3 ടൈപ്പ് അറേയാണ്. ഒന്ന് റെക്റ്റാങ്കുലർ അറേ, അതുപോലെ തന്നെ പോളാർ അറേ, അതുപോലെ തന്നെ പാത്ത് അറേ. അപ്പോൾ ഇതിലെ ഓൾമോസ്റ്റ് എല്ലാം ടോപ്പിക്സ് ഞാൻ ആ ഒരു അറേയിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തന്നെ ഒരു എക്സസൈസ് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കാണാം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് കുറേ കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എക്സസൈസുകൾ അതിൻ്റെ എല്ലാം തന്നെ PDF നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുള്ളവർ റിക്വസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ PDF ഫയൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ എനിവേ ഇന്നത്തെ ഒരു സെക്ഷൻ ഞാനത് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.